എല്ലാവർക്കും ലേഖാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് മോദകമാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ തയ്യാറാക്കുന്നത് മോദകമാണ്. അതിനുവേണ്ടി ഞാൻ 200 ഗ്രാം പയർ പുഴുങ്ങിയെടുത്തതാണ്, 150 ഗ്രാം ശർക്കര ചെറുതായിട്ട് ചിരണ്ടിയെടുത്തതാണ്, ഇത് ചെറിയൊരു തേങ്ങ ചിരകിയെടുത്തതാണ്. ചെറിയൊരു പാത്രം നമുക്ക് അടുപ്പ് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഈ പയർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ശർക്കര ഈ പയറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ തേങ്ങയും പയറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ശർക്കര ഒന്ന് ചെറുതായിട്ടൊന്ന് അലിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി. ഇത് ഉരുട്ടിയെടുക്കുമ്പോൾ ശരിയാവത്തില്ല. അതിന് കാരണം ഇതാണ്, ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്ത് ചെയ്താൽ ശരിയാവും. അപ്പം നമുക്കിതൊന്ന് ഈ ശർക്കര ഒന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞു കിട്ടണം, എന്നാലേ ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് സമയം മതി, ഒത്തിരി സമയമൊന്നും ഒന്ന് ചൂടാക്കണ്ട. കാണാൻ പറ്റുന്നുണ്ടല്ലോ, ശർക്കരയും തേങ്ങയൊക്കെ നന്നായിട്ട് ഈ പയറിലൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കിയാൽ ഇത് മതിയാവും. ഏകദേശം എല്ലാം നന്നായിട്ട് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല, ഇതുപോലെ ഒന്ന് നമുക്ക് മോദകത്തിന് വേണ്ട കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വെക്കാം. പയറ് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന മാവ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ 1 സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അരിപ്പൊടിയും കൂടെ ചേർത്താൽ നല്ല ക്രിസ്പി ആയിരിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ 1 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. അത് നമുക്ക് ഒന്ന് കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ അത് ചേർത്തത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാവ് നല്ല ലൂസായിരിക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ട് കലക്കിയെടുക്കണം. ഈ മാവ് നല്ല ലൂസായിരിക്കണം. ഇത് കുറച്ച് വെള്ളം കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരിയും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ കലക്കാം. ഇതിൽ ഒരുപാട് കട്ടി ആവശ്യമില്ല. ഈ ഒരു പരുവത്തിലാണ് മാവിരിക്കേണ്ടത്. നമ്മുടെ മാവ് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞു. ഇനി ഈ പയർ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി ഒന്ന് മാറ്റി വെക്കാം. ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ ഇതുപോലെ ചെറുതാക്കി എടുക്കാം. കുറച്ചുകൂടെ വലുത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇവിടെ ചെറിയ ഉരുളകളാക്കിയാണ് എടുക്കുന്നത്. ഇതുപോലെ നമുക്കെല്ലാം ഉരുട്ടിയെടുക്കാം. ചീനച്ചട്ടി ഞാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് മാവിലിട്ട് കൊടുക്കാം. അതിനുശേഷം എണ്ണയിൽ പൊരിച്ച് കോരാം. മാവിലോട്ട് മുക്കി കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്കിത് ഓരോ ഉരിഞ്ഞെടുക്കാം. പെട്ടെന്ന് ഉരിഞ്ഞെടുക്കാം. ഒരു സൈഡ് ഒന്ന് വെന്തതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. മറ്റേത് എണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. വെളിച്ചെണ്ണയിൽ പൊരിച്ചിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് മറിച്ചിട്ടു. ഇതെല്ലാം ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗം ഒന്ന് മറിച്ചിട്ടു. ഇതാ കാണാൻ പറ്റുന്നുണ്ടല്ലേ, ഒരു സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിത് കോരി മാറ്റാൻ പോകും. എണ്ണ ഒന്നും ഒട്ടും ഇതിൽ പിടിച്ചിട്ടില്ല. മോദകം തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.